ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ധ്യാനത്തിനായി ദാനിയേലിന്റെ പുസ്തകം 8-ാം അധ്യായം 19-ാം വാക്യം. പിന്നെ അവൻ പറഞ്ഞത്, കോപത്തിന്റെ അന്ത്യകാലത്തിങ്കൽ സംഭവിക്കാനിരിക്കുന്നത് ഞാൻ നിന്നെ ഗ്രഹിപ്പിക്കും. അത് അന്ത്യകാലത്തേക്കുള്ളതല്ലോ. 8-ാം അധ്യായത്തിൽ ആട്ടുകൊറ്റനെയും കോലാട്ടുകൊറ്റനെയും സംബന്ധിച്ച ദാനിയേലിന്റെ ദർശനവും അതിലെ ദൈവത്തിന്റെ വ്യാഖ്യാനവും വിവരിക്കുകയാണ്. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ അധികാരകാലം മുതൽ ആന്റിയോക്കസ് എപ്പിഫാനസ് യെരുശലേം ദേവാലയം മ്ലേച്ഛപ്പെടുത്തുന്നതും നിരന്തര ഹോമയാഗത്തിന് എതിരായി പ്രവർത്തിക്കുന്നതും വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കുന്നതും വരെയുള്ള ചരിത്ര സംഭവങ്ങളുടെ ഒരു ദർശനമാണ് ഈ അധ്യായത്തിലെ വിവരണം. ആട്ടുകൊറ്റൻ മേദ്യ പാർസി രാജ്യങ്ങളെ സൂചിപ്പിക്കുന്നു. പാർസി രാജ്യം രണ്ടാമതായി വളർച്ച പ്രാപിച്ചതും മേദ്യ രാജ്യത്തെക്കാൾ വലുതുമായിരുന്നു. കോലാട്ടുകൊറ്റൻ ഗ്രീക്ക് സാമ്രാജ്യത്തെയും വിശേഷമായ കൊമ്പ് അലക്സാണ്ടർ ചക്രവർത്തിയെയും കുറിക്കുന്നു. മേദ്യ പാർസി രാജ്യങ്ങൾ ആട്ടുകൊറ്റൻ പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഇടിക്കുന്നത് കാണുന്ന കാഴ്ച ആർക്കും അതിനെ എതിർക്കുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ അത് യെരുശലേമിന് ചുറ്റുപാടുള്ള പ്രദേശങ്ങളെ പിടിച്ചടക്കാനുള്ള വ്യഗ്രതയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിവേഗം നിലം തൊടാതെ വന്ന പാർസി സാമ്രാജ്യത്തെ നശിപ്പിച്ചു കളയുന്ന അലക്സാണ്ടർ അദ്ദേഹത്തിന്റെ യൗവനകാലത്ത് തന്നെ മരണപ്പെടുന്നു. അവന്റെ സാമ്രാജ്യത്തിൽ നിന്ന് മാസിഡോണിയ, ചിറ്റാസിയ, സിറിയ, ഈജിപ്റ്റ് എന്നീ 4 രാജ്യങ്ങൾ സ്വതന്ത്ര സാമ്രാജ്യമായി വളരുന്നതിനെ കുറിച്ചാണ് അവിടെ കാണുന്നത്. 4 കൊമ്പുകൾ എന്ന് പറയുന്നത് ഈ രാജ്യങ്ങളെ കുറിച്ചാണ്. ചെറിയ കൊമ്പ് ആന്റിയോക്കസ് എപ്പിഫാനസ് തെക്ക് ഈജിപ്തിലേക്കും കിഴക്ക് മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിലേക്കും രാജ്യം വർദ്ധിപ്പിച്ചു. ഈ ചെറിയ കൊമ്പ് മുഖാന്തരം ദൈവജനം വളരെയധികം കഷ്ടത്തിലാകുന്നു. ആന്റിയോക്കസ് എപ്പിഫാനസ് ഇസ്രായേലിന് ദൈവം നൽകിയതായ മനോഹരമായ പാലസ്തീൻ ദേശം വരെ തന്റെ ആക്രമണത്തെ വിപുലപ്പെടുത്തുകയും BC 169 മുതൽ 168 വരെയുള്ള കാലഘട്ടങ്ങൾ വളരെയധികം കഷ്ടത്തിന്റെയും പ്രശ്നങ്ങളുടെയും കാലഘട്ടമായി വിവരിക്കുകയും ചെയ്യുന്നു. മനോഹര ദേശം വിശുദ്ധ നാടിനെ കുറിക്കുന്നു. ഈ ദുഷ്ടശക്തികൾ ദേവാലയം അശുദ്ധമാക്കി, നിരന്തര യാഗങ്ങൾ നിർത്തലാക്കി, അവിടെ ജാതീയ ബലിപീഠം സ്ഥാപിക്കുകയും പന്നികളെയും മറ്റും യാഗം കഴിക്കുകയും ചെയ്ത് അങ്ങനെ ദൈവത്തിന്റെ ആലയത്തെ അശുദ്ധമാക്കുകയാണ്. ശൂന്യമാക്കുന്ന അതിക്രമത്തിന്റെ കാലം 2300 സന്ധിയും ഉഷസ്സും എന്ന് കാലനിർണയം ചെയ്തിരിക്കുന്നു. ഏതാണ്ട് 165 BC-യിൽ യൂദാസ് മക്കാബിയസ് ആലയത്തിലെ ആരാധന യഥാസ്ഥാനപ്പെടുത്തുന്നതുവരെയുള്ള കാല ദൈർഘ്യത്തെയാണ് ഇത് കാണിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിലുമൊക്കെ നമ്മൾ കാണുന്ന ശൂന്യമാക്കുന്ന മ്ലേച്ഛത ആലയത്തിൽ നിൽക്കുമ്പോൾ ജനം ഭയത്തോടുകൂടെ ഓടിപ്പോകണം എന്ന് പറയുന്നതിന്റെ സാരം ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. തുടർന്ന് 15 മുതൽ ഉള്ള വാക്യങ്ങൾ ഗബ്രിയേൽ ദൂതന്റെ ആഗമനവും ദർശന വ്യാഖ്യാനവുമാണ് നൽകുന്നത്. സ്വർഗീയ സന്ദേശവാഹകനായ ഗബ്രിയേലിനെ ദൈവം ദാനിയേലിന് ദർശനം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതിന് അയക്കുന്നു.
തിരുവചനത്തിൽ ആദ്യമായിട്ടാണ് പേര് പറഞ്ഞ് ഒരു ദൂതനെ അയക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. ഈ ഗബ്രിയേൽ ദൂതൻ തന്നെ യോഹന്നാൻ സ്നാപകന്റെ ജനനത്തെ സംബന്ധിച്ചും മശീഹായുടെ ജനനത്തെ സംബന്ധിച്ചും അരുളി ചെയ്യുന്നു. ദൂതൻ അരുളി ചെയ്യുന്ന മനുഷ്യപുത്രന്റെ ആ സംബോധന, ഈ ദർശനം നീ ഗ്രഹിച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് വിളിച്ച് അറിയിക്കുകയാണ്. ഈ ദർശനം അന്ത്യകാലത്തേക്കുള്ളതാകുന്നു. അതായത് പ്രവാസത്തിന്റെ അവസാന കാലം, അതുമുതൽ തുടർന്ന് ദൈവപുത്രന്റെ രണ്ടാം വരവ് വരെയുള്ള കാലത്തിന്റെ ഒരു സൂചന ഇതിലുണ്ട്. ആന്റിയോക്കസ് എപ്പിഫാനസിന്റെ കാലം മുതൽ അന്തിക്രിസ്തുവിന്റെ കാലം വരെ നീളുന്ന ഒരു കാലഘട്ടത്തിന്റെ വലിയ ദർശനമായിട്ട് ഇത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ദർശനം സത്യമാകുന്നു. ദർശനം ബഹുകാലത്തേക്കുള്ളതാകയാൽ അതിനെ അടച്ചു വെക്കുക എന്ന് ദൈവത്തിന്റെ ദൂതൻ അറിയിക്കുകയാണ്. കർത്താവിന്റെ രണ്ടാമത്തെ വരവ് അതിനോട് ചേർന്ന് മാത്രമേ ലോക ദുഷ്ടശക്തികൾക്ക് ശമനമുണ്ടാകൂ എന്നുള്ള സൂചന ഇതിൽ കൂടെ ലഭിക്കുന്നുണ്ട്. ഇവരുടെ കാലഘട്ടം രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും എന്ന് പറയുന്നു. അവന്റെ ന്യായബുദ്ധിയാൽ ദൈവജനത്തെ നശിപ്പിക്കുന്നതിനും തന്റെ ഉപായം സാധിപ്പിക്കുകയും ചെയ്യുന്നതിന് അവന് കഴിയും. ഇത് അന്തിക്രിസ്തുവിന്റെ വരവിനെ സംബന്ധിച്ചുള്ള സൂചനയാണ്. എന്നാൽ അവന്റെ വാഴ്ച അധികം നീണ്ടുപോകുന്നതിനു മുമ്പ് തന്നെ അവന്റെ വമ്പ് അവന്റെ സ്വഹൃദയത്തിൽ അവനെ നശിപ്പിച്ചുകൊണ്ട് എല്ലാ വിധത്തിലും ദോഷം ചെയ്യുന്ന അവൻ കർത്താവിനോട് എതിർത്ത് നിൽക്കുന്നു. ആ സമയത്ത് കൈതൊടാതെ അവൻ തകർന്നു പോവുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവോടുകൂടെ ഇങ്ങനെയുള്ള എല്ലാ ആധിപത്യവും തകർന്നു പോകും. ദൈവത്തെ കൊണ്ട് മാത്രമേ ഇങ്ങനെയുള്ള ദുഷ്ടശക്തികളെ തകർത്ത് കളയുവാനും ദൈവരാജ്യത്തിന്റെ പുനഃസ്ഥാപനം ഉണ്ടാകുവാനും സാധിക്കുകയുള്ളൂ എന്നുള്ള ദർശന ഭാഗം. ഉലായി നദീതീരത്ത് നിന്ന് പുരുഷരൂപം ഗബ്രിയേലിനെ വിളിച്ച് ദാനിയേലിന്റെ അടുക്കിലേക്ക് വിടുന്നു. ആ ദൈവത്തിന്റെ പുത്രന്റെ ഒരു വലിയ ദർശനമായിട്ടാണ് അത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്തിലെ എല്ലാ സംഭവങ്ങളുടെ മേലും ആധിപത്യമെടുക്കുന്ന രാജാവ് വെളിപ്പെടുന്നതായിട്ടുള്ള ഒരു സന്ദർഭം കൂടെ ദാനിയേലിന് ഉണ്ടാകുകയാണ്. ദൈവം തന്നെ പേര് പറഞ്ഞു അയച്ചതായ ഗബ്രിയേൽ ദൂതൻ തനിക്കുണ്ടായ ദർശനത്തിന്റെ വ്യക്തമായ അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. ദർശനത്തിൽ കണ്ട ദുഷ്ട രാജ്യങ്ങളെ ദൈവം തന്നെ തകർത്ത് കളയുന്നു. ദൈവത്തിനെതിരെ പോലും ശത്രു നിൽക്കുന്നത് കാണുമ്പോൾ വിശ്വാസ സമൂഹത്തോട് അരുളി ചെയ്യുന്ന സന്ദേശം, നമ്മുടെ വിശ്വാസം ഉപേക്ഷിക്കുന്നതിനോ നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെടുന്നതിനോ ഇടയാകരുത്. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒരു വിശ്വാസിക്ക് നേരെയും വിശ്വാസ ജീവിതത്തിന് നേരെയും അവന്റെ മരണം വരെയോ കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വരെയോ ലോകരാജ്യങ്ങളിൽ നിന്ന് ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് ദൈവമില്ലാത്ത ജനങ്ങളിൽ നിന്ന് ഉണ്ടാകും. എന്നാൽ അവസാന വിജയം ദൈവപുത്രന്റേത് തന്നെയാണ്. അന്ത്യകാലത്ത് പീഡനങ്ങൾ വർദ്ധിക്കും. എന്നാൽ മരണപര്യന്തം വിശ്വസ്തരായിരിക്കുന്നതിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ലോകത്തിന്റെ അനുഭവങ്ങൾ കൂടെ ചരിത്രങ്ങൾ കൂടെ നമ്മൾ നോക്കുമ്പോൾ ഇതുപോലെയുള്ള
രാജാക്കന്മാര് വിശ്വാസത്തെയും സത്യദൈവത്തെ ആരാധിക്കുന്നവരെയും തകർത്തെറിയുവാൻ ശ്രമിച്ചുകൊണ്ട് ഇന്നും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഒരിക്കലും അത് നശിപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല. ജീവനുള്ള ദൈവത്തിന്റെ ആ സാന്നിധ്യവും ആ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹവും ഒരു ചെറിയ ശേഷിപ്പെന്നുള്ള നിലയിൽ എപ്പോഴും നിലനിൽക്കും എന്നുള്ളത് ദൈവവചനത്തിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന വലിയ സന്ദേശമാണ്. ശക്തിമാന്മാരെന്ന് തോന്നുന്ന, ലോകം മുഴുവൻ പിടിച്ചടക്കാമെന്ന് വിചാരിക്കുന്ന, ഏതുവിധേനയും മറ്റ് രാജ്യങ്ങളെ തകർത്തെറിഞ്ഞ് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്ന ആരും തന്നെ നിലനിന്നിട്ടില്ല ലോക ചരിത്രത്തിൽ. സമീപകാലം തന്നെ ലോകത്തിന്റെ പല രാജ്യങ്ങൾ നേതാക്കന്മാര് ഇന്ന് കാലാവിശേഷരായി അവരിന്ന് കാണുന്നില്ല. അവരുടെ അധികാരവും അവരുടെ ജൽപ്പനങ്ങളും അവരുടെ ഭീഷണികളും ഒന്നും ദൈവത്തിന്റെ മുമ്പാകെ നിലനിൽക്കുന്നതല്ല എന്ന് ലോകം വായിച്ചറിയുവാൻ സംഭവങ്ങൾ നമ്മുടെ ചരിത്രത്തിൽ നിരന്നു നിൽക്കുകയാണ്. പ്രിയരെ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ ദർശനങ്ങളിൽ കൂടെയൊക്കെയും നമുക്ക് ഒരുപക്ഷെ നേരിടാൻ കഴിയാത്ത ശക്തികൾ നമ്മുടെ മുമ്പാകെ വന്നു എന്ന് വരാം. നമ്മെ നശിപ്പിച്ച് ചവിട്ടി അരച്ചു കളയുവാൻ തക്ക കഴിവുള്ളവർ വന്നു എന്ന് വരാം. എന്നാൽ ദൈവത്തിന്റെ ഒരു കരുതലും കാവലും തന്റെ ജനത്തിന് നേരെ ഉണ്ടെന്നുള്ളതും, എന്നാൽ അതിനപ്പുറമായിട്ട് നിത്യരാജ്യത്തിന്റെ ഒരു അവകാശം വിശ്വാസ സമൂഹത്തിനായി പുത്രനിൽ കൂടെ ദൈവം ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതും കഷ്ടങ്ങളെ സമീപിക്കുവാനും അതിജീവിക്കുവാനും ധൈര്യം നൽകുന്നതാണ്. നമുക്ക് ചെറുത്തു നിൽക്കാൻ കഴിയുകയില്ല. നമ്മുടെ മാർഗം എന്ന് പറയുന്നത് ചെറുത്തുനിൽപ്പിന്റെ മാർഗമല്ല, സഹനത്തിന്റെയും സഹിഷ്ണുതയുടെയും ക്രിസ്തുവിൽ കൂടെയുള്ള സ്നേഹത്തിന്റെയും മാർഗം. അതിൽ കൂടെ ലോകത്തെ നേടുവാനായിട്ട് കഴിയുമെങ്കിൽ അനേകരെ ദൈവകൃപയിലേക്ക് നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ദാനിയേല് ഈ സ്വപ്നത്തിന്റെ മുമ്പിലും വ്യാഖ്യാനത്തിന് മുമ്പിലും വിവശനായിത്തീരുന്നു. ചില ദിവസങ്ങളിലേക്ക് ബോധം കെട്ട് ദീനമായി കിടന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു. ദാനിയേലിനെ പോലെയുള്ള ഒരാള് ഏതാണ്ട് തന്റെ 70ാമത്തെ വയസ്സിനോടനുബന്ധിച്ചാണ് ഈ കാഴ്ച കാണുന്നത്. അത്രയും പ്രായമുള്ള ഒരു മനുഷ്യൻ ദൈവസന്നിധിയിൽ അത്രയ്ക്കും വിവശനായി സങ്കടപ്പെട്ടു. എന്നാൽ നിരാശ കൊണ്ടല്ല, തന്റെ ജനത്തിന് വരുന്നതായിട്ടുള്ള നാശത്തെ ഓർത്ത് അതിൽ നിന്ന് ദൈവം അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവസന്നിധിയിൽ നെടുമ്പാട് കിടക്കുന്ന ഒരു മനുഷ്യനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ അരുളപ്പാടുകളും ദർശനങ്ങളും കാലാകാലങ്ങളിൽ നമുക്ക് തരുന്ന ഒരു വലിയ പാഠം, ദൈവജനം നിരാശപ്പെടാതെ ദൈവത്തോട് ബന്ധപ്പെട്ട് പ്രാർത്ഥനാനിരതമായ ഒരു ജീവിതം ഒറ്റയ്ക്കും കൂട്ടായും നിർവഹിക്കുമെങ്കിൽ നിന്റെ നേരെ വരുന്നതായിട്ടുള്ള ഏത് ശത്രുവിനെയും ദൈവം തുരത്തിയെറിയും. ആ ദൈവത്തിന്റെ വലിയ സംരക്ഷണയിലും കൃപയിലും ഒരു വിശ്വാസിക്ക് നിലനിൽപ്പുണ്ട് എന്നുള്ള പ്രത്യാശയാണ്. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന കാലങ്ങളും സമയങ്ങളും സത്യമാണ് എന്നുള്ള ദർശനം ഒരിക്കൽ കൂടെ നമ്മെ ഓർപ്പിക്കുക. അതുകൊണ്ട് സംശയം കൂടാതെ, അവിശ്വാസികളാകാതെ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രത്യാശയോടുകൂടെ ജീവിപ്പാൻ നമ്മെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ നീ ഞങ്ങൾക്ക് ദർശനങ്ങൾ നൽകുന്നു, തിരുവചനത്തിൽ കൂടെ ഞങ്ങൾക്ക് അരുളപ്പാടുകൾ നൽകുന്നു. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാതെ ഇരിക്കുമ്പോൾ നിന്റെ ദൂതനിൽ കൂടെ അത് വെളിപ്പെടുത്തി തരുന്നു. വെളിപ്പെടുത്തപ്പെട്ട സത്യത്തെ വിശ്വസിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും വിശ്വാസ സ്ഥിരതയോടുകൂടെ മുന്നോട്ട് പോകുവാനും നിന്റെ പരിശുദ്ധാത്മ ശക്തി തന്ന് ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.